ഒരു ഒരു ജയിൽ ചാട്ടം അത് നമ്മൾക്ക് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ നോക്കുക, ആ സെല്ലിനടിയിൽ കൂടി നുഴഞ്ഞു പുറത്തേക്ക് വരുന്ന ഗോവിന്ദചാമി ഒറ്റയടിക്ക് പുറത്തേക്ക് ചാടി പോവുകയല്ല ചെയ്തത്. 3 തവണ ഒന്ന് പോകുന്നു, തിരികെ വരുന്നു, വീണ്ടും അടുത്ത സാധനം എടുക്കുന്നു, അത് കൊണ്ടുപോയി വെക്കുന്നു, വീണ്ടും തിരികെ വരുന്നു, വീണ്ടും കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നു. അതായത് സാധനങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വസ്ത്രങ്ങളാണ്, കൂട്ടിക്കെട്ടാനുള്ള വടമുണ്ടാക്കാനുള്ള വസ്ത്രങ്ങൾ. അതിങ്ങനെ 3 തവണ വന്നും പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അത്രയും അവിടെ ഒരു പാറാവുകാരനെയും കാണുന്നില്ല, ഒരു ഉദ്യോഗസ്ഥരെയും കാണുന്നില്ല. ആരുടെയും കണ്ണിൽപ്പെടാതെ ഇതിങ്ങനെ അവിടെ സംഭവിച്ചു എങ്കിൽ അത് ഗുരുതര വീഴ്ചയാണ്. മാത്രമല്ല ഇത് CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ലൈവായിട്ട് അവിടെ ആ CCTV മോണിറ്റർ ചെയ്യാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം കൂടി വ്യക്തമാവുന്നുണ്ട്. അരുൺ, തീർച്ചയായും ഞാൻ അത് തന്നെയാണ് പ്രജിൻ സൂചിപ്പിച്ചത്. ഈ CCTV നിരീക്ഷിക്കാൻ തത്സമയം അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടാവേണ്ട ഉദ്യോഗസ്ഥനുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. അയാൾ 3 തവണ സെല്ലിലേക്ക് വരുന്നതും ഈ തുണികൾ എടുത്ത് തിരിച്ച് ആ സെല്ലിൻ്റെ ഭാഗത്ത് നിന്ന് പോകുന്നതും ഈ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ക്വാറന്റൈൻ ബ്ലോക്കിന്റെ ഭാഗത്ത് നിന്ന് ഇയാൾ നടക്കുന്നത് CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പോലീസ് ശേഖരിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളുണ്ട്. ഇതൊക്കെ അവിടെ ഈ CCTVകൾ ഉണ്ടായിട്ടുണ്ട്, അതിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ തത്സമയമായി അത് പരിശോധിക്കാൻ, നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഇയാൾ 7.5 മീറ്ററുള്ള ഈ മതിൽ ചാടി കടക്കുകയാണ്. അതിന് മുകളിലേക്ക് ഇലക്ട്രിക് ഫെൻസിംഗ് ഉണ്ട്. ഇലക്ട്രിക് ഫെൻസിങ്ങിൽ വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു ഗുരുതരമായ വീഴ്ചയാണ്. അതിലും നടപടി ആവശ്യമുള്ള വീഴ്ചയാണ്. എന്തുകൊണ്ട് ഇത്ര അതീവ സുരക്ഷാ ജയിലായിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഈ ഇലക്ട്രിക് ഫെൻസിംഗ് കഴിഞ്ഞ 6 മാസമായി പ്രവർത്തിച്ചിട്ടില്ല എന്നതാണ് ജയിൽ DAGയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ, അതായത് വകുപ്പ് തലത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ പറയുന്നത്. തുടരുക. എന്തായാലും ആ റിപ്പോർട്ടിൽ ഒതുങ്ങുന്നതല്ല ഈ വീഴ്ച എന്ന് വ്യക്തമാണ്. അത്രയും വലിയ വീഴ്ചയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും വലിയൊരു ജയിൽ, അതും ജയിലിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുരക്ഷ ഒരുക്കേണ്ട, കൊടും കുറ്റവാളികളെ പാർപ്പിക്കേണ്ട ഒരു സെൽ, അതിനകത്ത് നിന്നാണ് വളരെ നിസ്സാരമായി, വളരെ ഈസിയായി ഒറ്റക്കൈനായ ഗോവിന്ദചാമി പുറത്തു കിടന്നത്. അതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കൊടുംകുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ഒരു ഉദ്യോഗസ്ഥനോട് സസ്പെൻഷൻ ഉണ്ടായെന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ അബ്ദുൾ സത്താറിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഗോവിന്ദചാമി ജയിൽ ചാടിയതിനെ തുടർന്ന് അബ്ദുൾ സത്താർ മാധ്യമങ്ങളിലൂടെ ചില വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. തുടർന്നാണ് ഈ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. മാധ്യമങ്ങളിലൂടെ വിവരങ്ങൾ പങ്കുവച്ചത് വകുപ്പിന് മാനക്കേടുണ്ടാക്കിയെന്നും ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർത്തുവെന്നും ജയിൽ വകുപ്പ് കണ്ടെത്തി. തുടർന്നാണ് അബ്ദുൾ സത്താറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. എന്തായാലും അങ്ങനെ ആ കാര്യങ്ങളിൽ മാത്രമല്ല ഈ മാനക്കേട് വേണ്ടത് എന്ന് തുറന്നു പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണെന്നില്ല. കാരണം ഇന്ന് പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് അത്രമാത്രം വലിയ വീഴ്ച, നാണക്കേടുണ്ടാവുന്ന വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഒരു സുരക്ഷയും ഒരുക്കാതെ കുറെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ഒരു ജയിൽ, ഒരു സെൽ, അവിടെ നിന്നും പുഷ്പം പോലെ പുറത്തേക്ക് പോകുന്ന ഗോവിന്ദചാമി എന്ന കൊടും കുറ്റവാളി. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് തുടരുന്നു. അരുൺ, ഇനി അറിയേണ്ടത്, നേരത്തെ 3 ഉദ്യോഗസ്ഥരെ ഇതുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 ഉദ്യോഗസ്ഥരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവർക്ക് എങ്ങനെയാണ് ഈ സംഭവവുമായി നേരിട്ടുള്ള ബന്ധം എന്നതിലൊക്കെ ഇനി കൃത്യമായ അന്വേഷണം വേണ്ടിവരും. ആ സമയത്ത് അവർ എന്തു ചെയ്യുകയായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി വഴിയെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അറിയേണ്ടത്, അവിടെ ഈ സഹതടവുകാർ, ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗോവിന്ദചാമിയുമായി ഒക്കെ സൗഹൃദമുണ്ടായിരുന്ന ആ ജയിലിനകത്തെ മറ്റ് തടവുകാർ ചില കാര്യങ്ങളൊക്കെ ഈ അന്വേഷണ സംഘത്തോട് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നിർണായകമായ പല കാര്യങ്ങളുമുണ്ട്. അതായത് ഈ ആസൂത്രണം സംബന്ധിച്ച് വളരെ നേരത്തെ തന്നെ കാര്യങ്ങൾ ഈ സഹതടവുകാരോടും അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് അന്തേവാസികളോടും പറഞ്ഞിരുന്നു ഗോവിന്ദചാമി എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? വളരെ കൃത്യമായി എവിടെയൊക്കെയാണ് പോലീസിന്റെ കണ്ണെത്താത്തത്, എവിടെയൊക്കെയാണ് അവർക്ക് വളരെ അലംഭാവം കാണിക്കുന്നത്, ഈ കാര്യങ്ങൾ വകുപ്പിനേക്കാൾ നന്നായി അറിയാവുന്ന ആൾ ഗോവിന്ദചാമി ആയിരുന്നു, അല്ലെ? പ്രജിൻ, ഇതിൽ 2 തലങ്ങളിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതൊന്ന് ജയിൽ വകുപ്പിന്റെ അന്വേഷണമാണ്. അതോടൊപ്പം പോലീസിന്റെ ഒരു പ്രത്യേക സംഘം ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. മറ്റൊന്ന്, സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക സമിതിയും ഇതിൽ ഉടൻ അന്വേഷണം ആരംഭിക്കുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ അന്വേഷണത്തിന്റെ കണ്ടെത്തലായി പോലീസ് പറയുന്നത്, ഇതിൽ ഗോവിന്ദചാമിക്ക് മറ്റ് സഹായങ്ങൾ ജയിലിനകത്തോ പുറത്തോ ലഭിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. അതിന് കാരണമായി അത്തരമൊരു കണ്ടെത്തലിലേക്ക് എത്താൻ പോലീസ് അത് സാധൂകരിക്കുന്നത്
ഇയാൾ പുലർച്ചെ 1:15 ജയിലിന് പുറത്തിറങ്ങുന്നു. അതിനുശേഷം 3 മണിക്കൂറിലധികം ഈ ജയിൽ പരിസരത്ത് ഇയാൾ ചെലവഴിച്ചു. മറ്റേതെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ